ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഭൂമിയിലെ മാലാഖമാർ എന്ന് നിങ്ങൾ വിളിക്കുന്ന നഴ്സുമാരെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ ആയിരിക്കും വരുന്നത്. എന്നാൽ അവരുടെ ബാക്കിൽ കുറേ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങളത് അറിയാതെ ആയിരിക്കും അവരോട് ദേഷ്യപ്പെടുക, അവരോട് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എന്നാലും നിങ്ങളുടെ മുന്നിൽ അവർ ചിരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഇത് കറക്റ്റാണോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെറുതിലൊരു കഥ കേട്ടിട്ടുണ്ട് നേഴ്സുമാരെ പറ്റിയിട്ട്. ഈ ലോകത്തിൽ പണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് രോഗമാണ്, എങ്ങനത്തെ രോഗമാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ സ്വർഗത്തിലുള്ള ദൈവം കുറച്ച് മാലാഖമാരെ ഭൂമിയിലോട്ട് അയച്ചിട്ട് ഇവരെല്ലാം നമ്മുടെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് മാലാഖമാരെ അയച്ചു. എന്നാൽ കുറച്ച് ആൾക്കാർ ഇവരെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇവരെ കെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള ആൾക്കാരാണ് നഴ്സുമാർ. അപ്പോൾ അതും മാലാഖമാരാണ്, കൊണ്ടുപോകാമെന്നതും മാലാഖമാരാണ്. ഇവിടെ നിന്ന് തരത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ വാശിക്ക് പിടിച്ച് വെച്ചുകൊണ്ടിരുന്നത് മാലാഖമാരാണ്. അതുകൊണ്ടാണ് ഭൂമിയിലും മാലാഖമാരുണ്ട്, സ്വർഗത്തിലും മാലാഖമാരുണ്ടെന്ന് വിശേഷിപ്പിക്കുന്നത്. ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നഴ്സുമാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാകും, അവരുടെ അടുത്ത് സംസാരിച്ചിട്ടും ഉണ്ടാകും. എന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തിട്ടുണ്ടോ? അവരുടെ പ്രശ്നങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടോ? ആശുപത്രി വിട്ടിറങ്ങുമ്പോൾ അവരെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ടുണ്ടോ? അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ലേ. ഞാൻ അർഹതപ്പെട്ടത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പം അവർ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് കോപ്പറേറ്റീവാണ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് എന്തോരം കോപ്പറേറ്റീവാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതിങ്ങനെ ചെയ്യും, നിങ്ങൾ ചെയ്യുന്നത് പോലെ അങ്ങനെയല്ല. ഞങ്ങൾക്കൊരു നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ കയറിയിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ അല്ല. നിങ്ങൾ നല്ല കോപ്പറേറ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു ഈസി ആയിട്ടാണെന്നറിയുമോ ഓരോ കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾ തന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. മറ്റൊരു കാര്യമുണ്ട്, അതെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം കുറച്ച് നേരം ക്ഷമിച്ച് നിൽക്കുക. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓരോ സ്കെഡ്യൂൾ കാണും. ഞങ്ങൾ വന്നിട്ട് പേഷ്യൻ്റ് എൻഡോഴ്സ്മെൻറ്റ് എടുക്കുക, അടുത്ത് ഞങ്ങൾ ഫയൽ വർക്ക് ചെയ്യുക, ഞങ്ങളുടെ സിസ്റ്റം വർക്ക് ചെയ്യുക, പേഷ്യൻ്റ് മെഡിസിൻ കൊടുക്കുക, വൈറ്റൽസ് ചെക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു 5 പേഷ്യൻ്റ് 6 പേഷ്യൻ്റാണെങ്കിൽ ഞങ്ങൾക്ക് അതെല്ലാം ഒരുമിച്ച് ഓരോരുത്തർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ ആ പേഷ്യൻ്റ് ഇന്ന മെഡിസിൻ ഇപ്പം തന്നെ കൊടുത്തേ പറ്റും, നിങ്ങൾ പറയാം ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ കിടന്ന് ബഹളമായിരിക്കും. എന്ന് കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വരും. ഞങ്ങൾ എന്തായാലും നിങ്ങളെ മാറ്റി നിർത്താനോ ഒന്നും ചെയ്യാൻ പോകില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പോകാനുള്ളൊരു സമയം, കുറച്ച് സമയം അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ തരുക. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഞങ്ങൾ അർഹതപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോപ്പറേഷൻ, നിങ്ങളുടെ ഫാമിലിയുടെ കോപ്പറേഷൻ. പിന്നെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കുറച്ച് സമയമാണ്. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് 10 മിനിറ്റ് മതി. നഴ്സുമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ നമുക്ക് കണ്ടിന്യൂസ്ലി ഡ്യൂട്ടി ആയിരിക്കും, ഒരു ഓഫായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ തന്നെ 4 ഓഫ് 5 ഓഫ് ഇങ്ങനെയൊക്കെയാണ് കിട്ടുക. ഇവിടെ ഈ സൗദി അറേബ്യയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് 8 ഓഫൊക്കെ കിട്ടുന്നത്. അതും കണ്ടിന്യൂസ്ലി ഡ്യൂട്ടി ചെയ്യുന്നു. 8 അവർ നമ്മൾ കണ്ടിന്യൂസ്ലി ഡ്യൂട്ടി ചെയ്യുന്നു. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളൊക്കെ 8 അവർ ഡ്യൂട്ടി ചെയ്യുന്നു, നിങ്ങൾ ഇത്ര അവർ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന്. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി പോലെയല്ല, കണ്ടിന്യൂസ്ലി വർക്കാണ്. കുറച്ച് നേരം നമ്മൾ വന്നിരിക്കും, ഡോക്ടേഴ്സ് വരുന്നുണ്ട്, അവരുടെ കൂടെ പോകണം, പേഷ്യൻസ് അത് ചോദിക്കുന്നു, അവരുടെ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 8 അവർ ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഈ 8 അവർ നമ്മൾ എല്ലാം നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും ഫുള്ള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ?
അതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഡ്യൂട്ടി ചേഞ്ചസ്, ഞങ്ങളുടെ ഇവിടെ സീനിയറിൻ്റെ നിന്ന് വഴക്ക് കിട്ടിയത്, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഓരോ എൻഡോഴ്സ്മെൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ, ഇന്ന് ഓക്കെ ആണോ, ഇന്നലത്തെക്കാളും ഞങ്ങൾ ഓക്കെ ആണോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഓക്കെ ആണോ സിസ്റ്ററെ, ഓക്കെ ആണോ. നമ്മുടെ മുഖം കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിന്ന് ഹാപ്പി ആണോ അതോ നമ്മൾ സാഡ് ആണോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുക, എന്താണ് നിങ്ങൾ ഓക്കെ ആണോ, അങ്ങനെ ഓക്കെ ആവുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ തന്നെ നമ്മുടെ കുറേ പണികൾ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലുള്ള കുറേ സ്ട്രെസ്സുകൾ അതങ്ങ് പോകും. ഞാൻ ശരിക്കും പേഴ്സണലി അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അതൊക്കെ. ഞാൻ ചില സമയത്ത് എനിക്ക് മൈഗ്രെയിനൊക്കെ ആയിട്ട് ഞാൻ വിക്സൊക്കെ തേച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും പേഷ്യൻസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, എന്ത് പറ്റി, തലവേദനയാണോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലവേദനയൊക്കെ പമ്പ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചോദിക്കുക. നേഴ്സുമാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കും രോഗങ്ങൾ വരാം, അവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരാം, അവരും മനുഷ്യരാണ്. ഓക്കെ, അപ്പം ഈ നേഴ്സുമാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രോഗം എന്താണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ. എല്ലാ നേഴ്സുമാർക്കും ഒരു 90% നേഴ്സുമാർക്കും ഭയങ്കര മൈഗ്രെയിൻ ആയിരിക്കും. പിന്നെ ഉള്ളത് ബാക്ക് പെയിൻ. പിന്നെ ഇത്രയും നേരം നിന്നാണ് ജോലി ചെയ്തത്, സോ ലെഗ് പെയിൻ. ഇത് മൂന്നും എല്ലാ നേഴ്സുമാർക്കും 100-ൽ 90-95% എല്ലാ നേഴ്സുമാർക്കും ഉള്ള ഒരു ഡിസീസാണിത്. അപ്പോൾ എനിക്കുണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ലെഗ് പെയിൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും, ഒട്ടുമിക്ക എല്ലാ നേഴ്സുമാർക്കും. വേൾഡിൽ തന്നെ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ കൂടുതൽ ഫീമെയിൽസാണ്. ഓക്കെ, മെയിൽസ് കുറവാണ്, ഇല്ല എന്നല്ല, ഉണ്ട്. എന്നാലും അതിൽ നിന്ന് ഒരു 100-ൽ 10% മെയിലാണെങ്കിൽ 90% ഫീമെയിൽസാണ്, ഗേൾസാണ്, പെണ്ണുങ്ങളാണ് നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പീരീഡ്സ് സമയത്താണ്. പീരീഡ്സ് സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്